ത്രിയേക ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു നോമ്പ് കാലം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതികളായ ക്രൂശിൻ്റെ വഴികളും മരണവും ഉയർത്തെഴുന്നേൽപ്പും ധ്യാനിക്കുന്നതിലൂടെ ജീവിതത്തെ ഒരുക്കിയെടുക്കുന്ന കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. നോമ്പുകാലം കൊണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായില്ല എങ്കിൽ ഈ നോമ്പുകാലം നിരർത്ഥകമായിട്ട് മാറുകയാണ്. നോമ്പിൻ്റെ 10-ാം ദിവസമായി ഇന്ന് നമുക്ക് സാക്ഷ്യം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് തൻ്റെ ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ജീവൻ കൊടുക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ സാക്ഷ്യം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുക എന്ന് അപ്പോസ്തല പ്രവൃത്തി 1:18 പറയുന്നു. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നാം ദൈവത്തിൻ്റെ സാക്ഷികളാകുക എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സാക്ഷ്യമുള്ള പ്രവൃത്തികൾ നമുക്ക് വേണം. നമ്മുടെ പ്രവൃത്തികൾ കാണുമ്പോൾ അവയിൽ ക്രിസ്തുവിനെ ദർശിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് കഴിയണം. അങ്ങനെ വിശ്വാസം പ്രവൃത്തികളില്ലാതായാൽ സ്വതവേ നിർജീവമാകുന്നു എന്ന് യാക്കോബ് 2:17 പറയുന്നു. കാലത്തിൻ്റെ ഒരുപാട് പ്രലോഭനങ്ങൾ തിന്മശക്തിയിലൂടെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ഇത് നേരിടുവാനായി ക്രിസ്തുവുമായുള്ള സജീവമായ ബന്ധം അനിവാര്യമാണ്. കർത്താവിൻ്റെ മക്കൾ എന്ന നിലയിൽ നമ്മുടെ ദൗത്യം ഇന്ന് വളരെയധികം പ്രസക്തമാണ്. നമ്മുടെ സാക്ഷ്യം വളരെ വിലപ്പെട്ടതാണ്. അത് കുടുംബങ്ങളിൽ, സഭയിൽ, സമൂഹത്തിൽ നിറവേറ്റാനാകുമ്പോഴാണ് നോമ്പ് അർത്ഥവത്താകുന്നത്. അപ്പോഴാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഈ നോമ്പുകാലത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി നമുക്ക് ജീവിക്കാം. അതിന് നമ്മെ ഏവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.